ഞാനും പിഷാരുടെ ആയിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മൾ തമ്മിലാ അത് പല രീതിക്കും പ്രഷർ വ്യാഖ്യാനിച്ചെടുത്തു, പല രീതിക്കും ട്രോള് വന്നു. അമ്മ സംഘടനയിൽ വെച്ചൊരു വിഷയം ഉണ്ടായത്. അമ്മയിലുണ്ടായത് യോഗത്തിന്റെ ഇടയ്ക്ക് ഞാൻ പിഷാരടി എടുത്ത് മൈക്ക് പറയുമ്പോൾ പിഷാരടി പറയുന്ന ഒരു ഡയലോഗ് മറ്റേ പിറന്നാൾ വിളിക്കാൻ വന്നാന്ന് പറഞ്ഞല്ലേ, അത് ഭയങ്കര ട്രെൻഡായിരുന്നു. അതെ, ഞാൻ പറയട്ടെ, അത് വലിയ രീതിക്ക് ട്രോളുകൾ ഉണ്ടായി. അത് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എതിരായിട്ട് വന്ന ഒരു ട്രോളുകൾ അതാണ്. കിട്ടേണ്ടത് കിട്ടില്ല, വയറ് നിറഞ്ഞില്ലേ, സൗഹൃദമായിട്ട് പോയി പിഷാരടി തന്നെ പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടായിരുന്നു. പറയാൻ പറ്റാത്ത വാക്കൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്, കമന്റുകളിൽ വന്ന ഒരു സാധനമാണ് അത് വലിയ രീതിക്ക് ചെറുത്. അതിനുശേഷം ഞാനും പിഷാരടിയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ ആ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ അതൊന്നും ഇപ്പൊ പറയാതെ പോയി കഴിഞ്ഞാൽ അവൻ അത് ചോദിക്കാതെ ഒഴിവാക്കിയെന്ന് പറയുന്ന ആളുകളാണ് ഈ സംഭവം. അത്ര ഒരു സംഭവം ഉണ്ടായി. അത് പിഷാരടി എൻജോയ് ചെയ്തു പറഞ്ഞു. ഞാൻ പറഞ്ഞ പിഷാരടി പറഞ്ഞു വന്നു, എന്താണ് മഞ്ജു മറ്റേ ആര് പറഞ്ഞ ധർമ്മം പറഞ്ഞതിന്റെ അഭിപ്രായം എന്താന്ന് പിഷാരടി. അപ്പം പെട്ടെന്ന് പിഷാരടി ഇറങ്ങി പോകുന്ന പരിചയമില്ലാത്തൊരു മാധ്യമ പ്രവർത്തകനാണ് മൈക്കുമായിട്ട് വരുന്നതെങ്കിൽ ഞാൻ പുറത്തു പോകാന്നേ പറയുള്ളൂ, അല്ലേ? ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകൾ, സൗഹൃദമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതെല്ലാം പറയപ്പെടുന്നത്. ഇതിന് കൗണ്ടർ വരുന്ന, ട്രോള് വരുന്ന ആ സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ അത് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമായി അവിടെ മാറുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. ഇനിയുള്ള കാലത്ത് ഇതിൽ നിന്നും ഒഴിവായിട്ടൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും ഇറങ്ങി നടക്കുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് പിഷാരടി പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഡയലോഗാണ്. മോളുടെ കല്യാണം മോളുടെ പിറന്നാൾ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ റീൽസിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമായിരുന്നു. അതപ്പോ പറഞ്ഞിട്ടങ്ങ് പോയെന്നുള്ളത് അല്ല, അത് വലിയ രീതിക്ക് ട്രോള് വന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. എന്റെ പുറത്ത് ഒരാൾ വന്നിട്ട് വിളിച്ചതാ. ഞാൻ ഇറങ്ങി പോകുമ്പോഴാണ് കൃത്യം എന്തോ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ മോളുടെ പിറന്നാൾ വിളിക്കുമ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയെന്നുള്ളത്. ഉടനെ മഞ്ജുപിള്ള ഭയങ്കരമായിട്ട് ചിരീകരിച്ചു. അതെല്ലാം കൂടെ കൂട്ടിയാണ് വലിയ ട്രോളുകൾ വന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പൊ പിഷാരടി പറഞ്ഞത്, നമുക്ക് സൗഹൃദമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ, പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ലാത്തത്. മമ്മൂക്കായും ഞാനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ വരുന്നത് മമ്മൂക്ക എൻ്റെ അടുത്തേക്കാണ്. പിഷാരടി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തപ്പോൾ പിഷാരടി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കൗണ്ടർ തരുന്നത് മമ്മൂക്ക എൻ്റെ അടുത്താണ് കൗണ്ടർ ഉള്ളൂ. അതും ഈ പറയുന്നത് നമ്മളെ അറിയാവുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ? അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. അല്ലെ എങ്ങനെയാണ് മമ്മൂക്ക പൊതുവെ കൗണ്ടർ പറയുന്ന ആളാണ്. അതും എടുത്ത് ട്രോള് ചെയ്യുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ട്രോളുകൾ വരുംതോറും ഞാൻ വളരുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇതൊക്കെ ഞാൻ ഇതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളാണ്. ട്രോളുകള്, ഈ ചില ട്രോളുകളുടെയൊക്കെ ഒരു ബുദ്ധിയാണ്. എന്തോരം ചിന്തിച്ചിട്ട് എത്ര ഫിലിം ക്ലിപ്പുകൾ എടുത്തിട്ട് എന്തോരം രസങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആണെന്നേ. നമ്മള് കാരണം ആൾക്കാർ ചിരിക്കുമല്ലേ, രസിച്ചോട്ടെ. അതെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണത്. നമ്മൾ പോലും കാണാത്ത സിനിമകളിൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും. അയ്യോ, അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ അവര് പറയും. പിഷാരടി ഏറ്റവും കൂടുതൽ കിട്ടിയ മറ്റുള്ള ഒരാളെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന അവസരം ആൾക്കാർ പരമാവധി മുതലാക്കും. അത് ചെയ്യൂന്നേ. അതിനെ കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കണോ വേണ്ടയോ, ഞാൻ ഇവനെ ചീത്ത പറയണോ, അങ്ങനെ ചിന്തിക്കില്ല. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.